ഹായ് നമസ്കാരം. ട്രിപ്പ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അടിമാലിയിൽ നിന്ന് മൂന്നാർ പോകുന്ന വഴിയിൽ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കൊരങ്ങാട്ടിമലയിലേക്കാണ്. അപ്പോൾ അവിടെ ക്യാമ്പ് ടോപ്പ് മൂന്നാർ എന്ന് പറഞ്ഞിട്ടൊരു ടീമിൻ്റെ ടെൻറ്റ് സ്റ്റേയും സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവരുടെ ജീപ്പിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് കൊരങ്ങാട്ടിമലയിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ റസാഖുണ്ട്, പിന്നെ ഷിബിലും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. നല്ല കട്ട ഓഫ് റോഡാണ്. അധികം ദൂരമില്ല, എന്നാലും ഉള്ള അത്രയും ദൂരം നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് കയറി പോന്നിട്ട് ഇതാണ് നമ്മൾ വന്ന റൂട്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഈ ഭാഗം വരെ നമ്മുടെ ജീപ്പ് വരുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന വണ്ടിയാണത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി ഒരു 5 മിനിറ്റ് നടന്ന് വേണം നമ്മൾ ടോപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ അവിടുത്തെ ക്യാമ്പ് ടോപ്പിൻ്റെ ഒരാൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചേട്ടാ പേരെന്താ ചേട്ടാ? രാധാകൃഷ്ണൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ പോണത്. ഇവിടുന്ന് എത്ര സമയം ഉണ്ട് കേട്ടോ നടക്കാൻ? 15 മിനിറ്റ് നടക്കാം. 15 മിനിറ്റ് അല്ലേ? അപ്പോൾ ഇതേ നമ്മൾ കുറച്ചും കൂടി കയറി പോന്നിട്ടോ. അപ്പോൾ നമ്മളിത് പോകുന്നതിന് 2 സൈഡും കംപ്ലീറ്റ് ഏലത്തോട്ടം ഉണ്ടോ. അപ്പോൾ നമ്മളിത് ക്യാമ്പ് ടോപ്പ് മൂന്നാർ നമ്മളവിടെ എത്തി. ഇതാണ്ട് അവരുടെ ഓഫീസാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ടോപ്പിലെത്തിയിട്ടാണ്. അപ്പോൾ നമുക്കുള്ള കാപ്പിയൊക്കെ ചേട്ടൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആകുമ്പോൾ നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഈ കാണുന്നതാണ് പെട്ടിമുടി അല്ലെങ്കിൽ കൂമ്പമ്പാറ മല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബോർഡർ. ഇതിന് ഫോറസ്റ്റ് ജണ്ട എന്ന് പറയും. ഇതിന്റെ അപ്പുറത്ത് ഇത് ട്രൈബൽ ലാൻഡാണ്. ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ ആണ്. ഗവൺമെന്റ് ലാൻഡാണ്, ഫോറസ്റ്റ് ആണ്. ഈ ബോർഡർ മുതൽ നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്ത കാർ പാർക്ക് ചെയ്തേക്കുന്ന അവിടെ വരെയാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇത് മൊത്തം 350 ഏക്കറാണ്. അതിൽ 250 ഏക്കറും ഏലമാണ്. ഈ 100 ഏക്കറിൽ ഇല്ല. അവിടെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു എക്കോ ഫ്രണ്ട് 95% എക്കോ ഫ്രണ്ട്ലിയാണ്. എ ഡേ വിത്ത് നേച്ചർ. അതാണ് നമ്മുടെ ഇവിടെ. സ്വിമ്മിംഗ് പൂൾ ഇല്ല, ജാക്കുസി ഇല്ല, സ്പാ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മൃഗങ്ങൾ എന്ന് പറയാൻ നമ്മളെ ആക്രമിക്കുന്നില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മലയണ്ണാൻ, കേഴ, കൂരൻ, കാട്ടുപന്നി, മുള്ളംപന്നി, മരപ്പട്ടി, ഉടുമ്പ്, കാട്ടുമുയൽ ഇത്യാദി സാധനങ്ങളാണുള്ളത്. അത് നമുക്ക് ലക്കുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് കാണാം. പിന്നെ അത്യാവശ്യം ഒരു 16ഓളം ടൈപ്പ് വൈൽഡ് ഓർക്കിഡ്സ് ഉണ്ട് ഇവിടെ. ആ മരത്തിലൊക്കെ കാണുന്ന ഒബ്ദോണിയ, ബൾബോഫില്ലം അങ്ങനെയൊക്കെ പറയുന്ന ഓർക്കിഡ്സ് ഉണ്ട്. ഒരു 22ഓളം ടൈപ്പ് ബേഡ്സ് ഉണ്ട്. ഗ്രേ ഹോൺബില്ലുണ്ട്, വൈൽഡ് ഈഗിളുണ്ട്, അങ്ങനെ സാധനങ്ങളുണ്ട്. ആയിരിക്കുന്ന മലയണ്ണാനാണ്. അങ്ങനെയുള്ള മലയണ്ണാനൊക്കെ കോമൺ ആണ്, കുരങ്ങൊക്കെ കോമൺ ആണ്. പിന്നെ നമുക്ക് ബേഡ് വാച്ചിങ് ഉണ്ട്. അപ്പോൾ ഒരു 22ഓളം ടൈപ്പ് ബേഡ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ കൂടുതൽ ഇവിടെ ചെയ്യുന്ന ഒരു ടെൻറ്റ് ക്യാമ്പിങ് മാത്രമല്ല, ബേഡ് വാച്ചിങ് ഗ്രൂപ്പ് ഉണ്ട്, നാച്ചുറൽ സ്റ്റഡി ഉണ്ട്, ക്ലൗഡ്സ് വാക്ക് ഉണ്ട്, പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ നടക്കാറുണ്ട്. പിന്നെ ഫാമിലി ഇവൻറ്റ്സ്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസിയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ്. അതായത് നമുക്ക് ഈ കാണുന്ന മുഴുവൻ ബാച്ചിലേഴ്സിൻ്റെ സെക്ഷനാണ്. ബാച്ചിലേഴ്സിന് ഇവിടെ 4ഓളം ക്യാമ്പ് ഫയർ ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, അവർക്കുള്ള 2 പേരുടെ 3 പേരുടെ 25 പേരുടെ ഗ്രൂപ്പ് ടെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ സൈഡ് കംപ്ലീറ്റ് ബാച്ചിലേഴ്സിനുള്ളതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് മുകളിലേക്ക് കാണുന്നതാണ് വിത്ത് ലേഡി ഓർ ഹണിമൂൺ കപ്പിൾസ് ഓർ ഫാമിലി. അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ ക്യാമ്പ് ഫയർ ഗ്രൗണ്ടുകളുണ്ട്, ടോയ്ലറ്റുകളുണ്ട്, ഊഞ്ഞാലുകളുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടുണ്ട്. ഈ ബാച്ചിലേഴ്സ് ഫാമിലി സൈഡിലേക്ക് അലൗഡ് അല്ല, ഫാമിലി തിരിച്ച് ഇങ്ങോട്ടും അലൗഡ് അല്ല. 2 കൂട്ടർക്കും 2 സൈഡിലും അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ. പരസ്പരം നോക്കരുതെന്നോ ചിരിക്കരുതെന്നോ അങ്ങനെയല്ല. ട്രക്കിങ്ങിന് നമ്മൾ പോകുന്നു എല്ലാവരും ഒരുമിച്ചായിരിക്കും. അത് കഴിഞ്ഞാൽ 2 കൂട്ടർക്കും 2 സൈഡിലും ഓരോരുത്തർക്കും ഓരോ വൈബാണല്ലോ. അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ഗ്രൂപ്പായിരിക്കാം, ഹണിമൂൺ കപ്പിൾസിന് അവരുടെ വേറൊരു ഗ്രൂപ്പ് ആവാം. അവർക്ക് ഓരോ വൈബുണ്ട്. അപ്പോൾ ബാച്ചിലേഴ്സിന് വേറൊരു രീതിയുണ്ട്. അപ്പോൾ 2 കൂട്ടർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. 2 പേരുടെ ടെൻ്റാണ് കാണുന്നത്. ഇരിക്കണം, അങ്ങനെയുള്ള സെറ്റപ്പ്. കാരണം വെയിലും മഴയൊന്നും കൊള്ളില്ല. 2 പേരല്ലേ? ഇതെല്ലാം 2 പേരുടെ. അത് ഞങ്ങൾ പണ്ട് ഹണിമൂൺ കപ്പിൾസിന് വേണ്ടി ഞങ്ങൾ ഓൺ ഡിസൈൻ ചെയ്തതാണ്. ഇത് 2 അതിൻ്റെ അത് ഫ്രണ്ട്സ് ആണ് 4 പേർക്ക് കിടക്കാം, കപ്പിൾസ് ആണ് 2 പേർക്കാണുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മളിത് കംപ്ലീറ്റ് ബാച്ചിലേഴ്സ് സൈഡ് ആക്കിയതുകൊണ്ട് 2ഓ 3ഓ വരുന്ന ഫ്രണ്ട്സിന്റെ അവരുടെ ഒരു യോജിപ്പ് അനുസരിച്ച് കിടക്കാം. ഇത് 3 പേരുടെ ടെൻ്റാണ്ടാ. ഇത് 2 ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇത് 2 വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. 3 പേരുടെ ആണെങ്കിലും ഞങ്ങളോട് 2 ടെൻ്റായിട്ട് എടുത്തോളാൻ പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അറ്റത്ത് കാണുന്നത് 2 അത് 2 പേരുടെ വെച്ചാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരാണ്. അത് 2 ടെൻ്റായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഏത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2 സെലക്ട് ചെയ്യണോ അതോ ഇത് 2 വേണോ എന്നുള്ള ആലോചനയിലാണ്. പിന്നെ അത് ഇപ്പുറത്തുള്ളത് ഇത് കുറച്ച് വെറൈറ്റി ടൈപ്പാണ്. ഇത് അവർ ആദ്യം ഹണിമൂൺ കപ്പിൾസൊക്കെ വരുന്നവർക്ക് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ബാച്ചിലേഴ്സിനാണ് ഇത് കൊടുക്കുന്നത്. കപ്പിൾസിനൊക്കെ ഇപ്പോൾ ടോപ്പിലാണ് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു വെറൈറ്റി സെറ്റപ്പാണ്. പക്ഷേ ഇത് വേറൊരു 6 പേര് വരുന്നുണ്ട്. അവരപ്പോൾ ഇത് ഫോട്ടോ കണ്ട് ഇത് തന്നെ വേണമെന്ന് ബുക്ക് ചെയ്തേക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അവർക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെടുക്കാന്നുള്ള ആലോചനയിൽ നിൽക്കുന്നത്. ഇത് കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. അത് തീരുമാനിച്ചാൽ അതല്ലേ? അപ്പോൾ ഞങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് അത് 2 സെലക്ട് ചെയ്യണം. ഞങ്ങൾ 3 പേർ കൂടിയായിട്ട് വേണമെങ്കിൽ 3 പേർ കൂടിയും പറഞ്ഞിട്ട് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് തണുപ്പും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ നല്ല കോട ഉണ്ടാവും തോന്നണം ഇവിടെ. ഇപ്പോൾ ഷിബിൽ ഒറ്റയ്ക്കാണ്. ഷിബിൽ ഒറ്റയ്ക്ക് കിടക്കാന്നാണ് പറയണത്. എവിടെ ഊഞ്ഞാലില്? ഓക്കെ, കാട്ടുപന്നിയൊക്കെ ഒരു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ അത്യാവശ്യം നീറ്റാണ്. ഓക്കെ, ഇത് ഒരു ക്യാമ്പ് ഫയർ ഇവിടെ ഇതാണ്. ഞങ്ങൾക്ക് ഇവിടെ ക്യാമ്പ് ഫയർ വരാമെന്നാണ് പറഞ്ഞത്. വേറെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് അപ്പുറത്തും ഉണ്ട്. അപ്പോൾ വേറെ ഒരു 6 പേർക്കുള്ളവർക്ക് പുള്ളി അപ്പുറത്ത് കൊടുത്തോളാന്നാണ് പറഞ്ഞത്. ഇടക്കര ഞങ്ങൾ ആലുവ. അപ്പോൾ നമുക്കിനി ഇപ്പുറത്തെ ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഫാമിലിയുടെയൊക്കെ ഏരിയ ടെൻ്റൊക്കെ ഇവിടെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കിടലിന് ഊഞ്ഞാലുണ്ടോ? എത്ര പേർക്കാണ് ഇരുന്ന ആളാട്ടോ. പുള്ളി പറഞ്ഞല്ലോ എത്ര പേർക്ക് ഇരുന്ന ആളാണ്. നീങ്ങിടാ ഞാൻ ഓടട്ടെ. അയ്യോ, ഓടിക്കരുത്. അവിടെ ഒരു വലിയ ഷെഡുണ്ട്. അവിടെ 3 പേരുടെ 10 ടെൻ്റ് അതിനകത്ത് കൊള്ളുമെന്ന് പറഞ്ഞത്. അപ്പോൾ വലിയ മഴയോ കനത്ത മഴയോ സംഭവം ഉള്ളപ്പോൾ വേണമെങ്കിലും അവിടെ വേണമെങ്കിൽ 3 പേരുടെ 10 ടെൻ്റ് അതിനകത്ത് കൊള്ളും. അപ്പോൾ 30 പേർക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റും. ഇതാണ് കേട്ടോ സംഭവം. അടിപൊളിയാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. ഇപ്പോൾ ഒരു 4 ടെൻ്റ് ഇപ്പോൾ ഇതിനകത്തുണ്ട്. 10 ടെൻ്റ് ഇതിനകത്ത് കൊള്ളും. 3 പേരുടെ ടെൻ്റ് കേട്ടോ. ഇപ്പോൾ റസാഖും ഷിബിലും ഒക്കെ നമ്മുടെ ടെൻറ്റിൽ സെറ്റായിട്ടോ. കിടപ്പായി ഇവിടെ. അവിടെ അത്യാവശ്യം അത് എന്താ ബെഡ് ഇതുണ്ടോടാ? നല്ല അടിയിൽ കുഷൻ ഉണ്ടെന്നുള്ളത്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. പിന്നെ നമുക്ക് ഇരിക്കാനുണ്ട്, സ്റ്റൂളൊക്കെ തന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, അവിടെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഒരു 4:15 ആകുമ്പോഴാണ് ട്രക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞേക്കണത്. ഇവിടെ ഒരാൾക്ക് റേറ്റ് വരുന്നത് 1500 രൂപയാണ്. അതായത് നമ്മൾ കല്ലാർ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഇവിടെ വൈകുന്നേരത്തെ നമ്മുടെ ഡിന്നറ്, ക്യാമ്പ് ഫയർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഈ ചെറിയ ട്രക്കിങ്, സൺസെറ്റും സൺറൈസ് കാണുന്ന സംഭവമൊക്കെ അതെല്ലാം ഉൾപ്പെടെ 1500 രൂപയാണ് ഒരാൾക്ക് വരുന്ന റേറ്റ്. അപ്പോൾ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോകണ്ട. ഇപ്പോൾ ഒരു 4:30 ആവാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റിക്കൊക്കെ തന്നിട്ടുണ്ട്, ആവശ്യം വരുമെന്ന് അറിയില്ല, പോയി നോക്കാം. ഇത് ഉറുമ്പിന്റെ കൂടാണ്. 100 കണക്കിന് ഉറുമ്പിന്റെ വിവിധ അപ്പാർട്ട്മെന്റുകളായിട്ട് ഇത് തിരിച്ചിരിക്കുകയാണ്. ഇത് അതിന്റെ ഉമിനീര് നിലത്തുള്ള മണ്ണ് ഉപയോഗിച്ച് അത് സ്വയമേ സൃഷ്ടിച്ചേക്കുന്നതാണ്. എൻ്റെ അടിയിൽ ഒരു ഹോളുണ്ട്. ഈ ഹോളിൻ്റെ അകത്തോടെ രാത്രി വന്ന് കയറും. 100 കണക്കിന് അപ്പാർട്ട്മെൻറ്റ്. തുളസിയില കനവ് ഇതിനുള്ളൂ. പക്ഷേ 4 വർഷമായതാണ്. പ്രളയത്തിൽ പോലും ഒരു തുള്ളി വെള്ളം അകത്തിറങ്ങില്ല. ഇത് പാലാരിവട്ടം പാലം പണിത പിള്ളേരല്ല, അവർ സ്വയമേ നല്ല അന്തസ്സായിട്ട് പണിത് വെച്ചിരിക്കുന്നതാണ്. അതാണ് കാട്ടുറുമ്പിന്റെ കൂട്. ഈ തേയിലയാണ്. ഇത് തേയിലയാണ്. തേയിലയ്ക്ക് കായും പൂവുണ്ട്. കൊളുന്ത് നുള്ളിയിലെ തേയില വൻ മരമാകും. ഈ കായ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? കായ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കാട്ടുനെല്ലിയാണ്. മെൻ്റൽ പേഷ്യൻസിനൊക്കെ തളവിടാൻ വേണ്ടി ഇതിൻ്റെ ഇലയും വേരും ഉപയോഗിച്ചാണ് ഓയിൽ ഉണ്ടാക്കുന്നത്, തളത്തിനുള്ളത്. അതാണ് കാട്ടുനെല്ലി പറയുന്നത്. ഭയങ്കര കയ്പാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ട് കിണറ്റിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. വെള്ളത്തിനൊക്കെ നല്ല പ്യൂരിഫൈ ചെയ്യും. ഇപ്പം നമ്മൾ കുടിച്ച കാപ്പി ഇതാണ്, അറബിക്ക എന്ന് പറയും. അറബിക്കയും റോബസ്റ്റും രണ്ടെണ്ണം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുള്ള. അതിൽ റോബസ്റ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. അതെ, ഇതിന്റെ തൊലിയും കായും കൂടെ കൂട്ടി നമ്മൾ ഒരുമിച്ച് പൊടിക്കുകയാണ്. പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയല്ല. ആ മരത്തിന്റെ ശിഖരത്തിന്റെ അടിയിൽ കാണുന്ന ബൾബോഫില്ലോ എന്ന് പറയുന്ന ഒരു വൈൽഡ് ഓർക്കിഡാണ് നിൽക്കുന്നത്. ആ പുല്ല് പോലെ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന വേറൊരു വൈൽഡ് ഓർക്കിഡാണ്. ഇങ്ങനെ ഒരു 16ഓളം ടൈപ്പ് വൈൽഡ് ഓർക്കിഡ്സ് ഈ കാട്ടിൽ വിവിധ മരങ്ങളിലായിട്ടുണ്ട്. ഏലകൃഷി നിങ്ങളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇതാണ് ക്യൂൺ ഓഫ് സ്പൈസസ്, സുഗന്ധവിളകളുടെ റാണി എന്നറിയപ്പെടുന്ന
ഏലം. ഇതിന് എറണാകുളത്തിന് ഏലത്തട്ട എന്ന് പറയും. ഇതിൽ ഒരെണ്ണമാണ് നമ്മൾ ആദ്യം നടന്നത്. 20 മുതൽ 22 വർഷം വരെയാണ് ഒരു ഏലത്തിൻ്റെ ലൈഫ് ടൈം പറയുന്നത്. ഈ ഒരെണ്ണം വെച്ചിട്ട് അതിൽ നിന്ന് വിവിധ ചിമ്പുകളുണ്ടാവും. ഇതാണ് പുതിയ ചിമ്പുകൾ. ഇതൊക്കെ പുതിയ ചിമ്പുകൾ വരിക. ഇങ്ങനെ 100 കണക്കിന് ചിമ്പുകൾ ഇതിൽ നിന്ന് പൊട്ടിമുളകി. ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല, അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട. ആ ചിമ്പലുണ്ടാകുന്ന ഒരെണ്ണത്തിന് ശരം എന്ന് പറയും. ഇതൊരു ശരമാണ്. ഇത് മറ്റൊരു ശരമാണ്. ശരിക്കും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു ശരത്തിന് 8 അടി നീളം വെക്കണമെന്നാണ്. 10 അടി അകലത്തിൽ വേണം ഏലം വെക്കാൻ. 8 അടി തമ്മിൽ ശരങ്ങൾ കയറി കോർക്കണമെന്നാണ് അടിസ്ഥാനപരമായ കർഷകന്റെ കണക്ക്. ആ ശരത്തിൽ ഉണ്ടാകുന്നതാണ് കൊത്ത്. ഇതാണ് കൊത്ത്. കൊത്തലുണ്ടാകുന്നതാണ് കായ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ 30 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 35 ദിവസം കൂടുമ്പോൾ 2 മുതൽ 2.5 കിലോഗ്രാം വരെ ഒരു ചുവട്ടിൽ നിന്ന് പറിക്കാൻ പറ്റും. ഇപ്പം മാർക്കറ്റിൽ ഒരു 1800 to 2000 കിലോയ്ക്ക് വിലയുണ്ട്. കഴിഞ്ഞ സീസണിൽ പച്ചയല്ല ഉണക്ക. കഴിഞ്ഞ സീസണിൽ അത് 4000-4500 രൂപ ഉണ്ടായിരുന്നു. നർമ്മദ നദീതീരത്തുനിന്ന് തുടങ്ങി കന്യാകുമാരിക്ക് അടുത്തുള്ള തക്കലയിൽ അവസാനിക്കുന്ന 1600 കിലോമീറ്റർ വരുന്ന പശ്ചിമഘട്ട മലനിരകളുടെ മൂന്നാറിൽ കൂടെ കടന്നു പോകുന്ന ആനമുടി ഉൾപ്പെടുന്ന പ്രദേശമാണ് ആ കാണുന്നത്. ഇത് അതിൻ്റെ ഭാഗമല്ല. ഇത് പ്രൈവറ്റ് ലാൻഡാണ്. അതാണ് പശ്ചിമഘട്ട മലനിരകൾ. അതിൻ്റെ നടുക്കൂടെ റോഡുണ്ട്, ആനക്കുളം മാങ്കുളം റോഡ്. അത് ആനയ്ക്കുള്ള കാടാണ്. ഇങ്ങോട്ടേക്ക് നടുക്കൂടെ ആനക്കുളം മാങ്കുളം റോഡ് പോകുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ആന കിടക്കില്ല. ഈ കാണുന്നതാണ് ചേരെന്ന് പറയുന്ന മരം. അതിന്റെ തൊട്ട് താഴെ കരിയോയിൽ പോലെ ഒരെണ്ണം കിടക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതിന് വീഴുന്നതാണ്. അത് ചേരിന്റെ അടുത്തോടെ വന്യമൃഗങ്ങളോ നമ്മളെ പോയി ടച്ച് ചെയ്യുകയോ വെട്ടാൻ ശ്രമിക്കുകയോ പൊടി ദേഹത്ത് പറ്റുകയോ ചെയ്ത് അത്രയും ശരീരം ചൊറിഞ്ഞ് പൊട്ടി വ്രണമായി ഒരു പൊള്ളുന്ന അവസ്ഥയിലാവും. അതിന് പ്രതിവിധിയുള്ളത് കാട്ടിൽ തന്നെ താന്നി എന്ന് പറഞ്ഞൊരു മരമാണ്. താന്നി മരത്തിൻ്റെ ചോട്ടിൽ പോയി ഉദയത്തിന് മുമ്പ് വസ്ത്രമെല്ലാം ഊരിക്കളഞ്ഞിട്ട് പൂർണ്ണ നഗ്നരായിട്ട് പ്രദക്ഷിണം വെക്കണം. പ്രദക്ഷിണം മീൻസ് അതിൻ്റെ ചുറ്റിനും നടക്കുമ്പോൾ താന്നി മരവും ഒരു പൗഡർ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും അതിരാവിലെ. അതാണ് അതിനുള്ള ഇംഗ്ലീഷ് മെഡിസിൻസിൽ വേറെ മെഡിസിൻസ് ഉണ്ടാവാം. പൊള്ളലിനും വ്രണത്തിനും മുറിവിനും ഒക്കെ ഉണ്ടാവാം. ആദിവാസികൾ ഇപ്പോഴും പിന്തുടർന്ന് പോരുന്ന ഒരു കാര്യം. ഇത്ര വലുതായ സ്ഥിതിക്ക് ഇനി ഒരു കാലഘട്ടത്തിലും ഇത് വെട്ടാൻ പറ്റില്ല. തനിയെ ഒഴിഞ്ഞു വീഴുകയല്ലാതെ വാള് വെക്കുകയോ കോടാലി വെക്കുകയോ ചെയ്താൽ ദേഹത്ത് തെറിച്ചാൽ പ്രശ്നമാണ്. അതാണ് ചേരെന്ന് പറയുന്ന സാധനം. അപ്പോൾ താന്നി ഇവിടെ അടുത്തുണ്ടോ? താന്നി ഈ കാട്ടിൽ തന്നെ ഉണ്ട്. ചേരുള്ളിടത്ത് താന്നി ഉണ്ടാവും. മൂക്കിയിൽ വലിച്ചിട്ട് വായിക്കൽ വിടാൻ 10 പ്രാവശ്യം. പുൽത്തൈലം മൂക്കിയിൽ ശരിക്കും വലിച്ചു വിടും. ലെമൺ ഗ്രാസ് മൂക്കിനകത്തോടെ വലിച്ചിട്ട് വായിക്കാത്തോടെ 10 പ്രാവശ്യം നല്ലൊരു ഫിൽറ്റർ ആവും. കാരണം ഇപ്പം ബ്ലഡ് ഹേർട്ട് ഇങ്ങനെ പഞ്ച് ചെയ്തോണ്ടിരിക്കുക. ആ സമയത്ത് കരൾ നല്ല വീർത്തോണ്ടിരിക്കുക. അപ്പൊ അവന് നല്ല സാധനം കൊടുക്കും. നിങ്ങൾ പറിച്ചാലൊന്നും കിട്ടത്തില്ല. മണം ഉണ്ടോ നോക്കി അവനും പറിച്ചാണ്. ദർഭപ്പുല്ലല്ല. ദർഭപ്പുല്ല് ഹോമത്തിന് വേണ്ടി എടുക്കുന്ന സാധനമാണ് ദർഭപ്പുല്ല്. ദർഭയല്ല, ലെമൺ ഗ്രാസ് അല്ലെ, പുൽത്തൈലം മാറ്റുന്ന സാധനം. അപ്പോൾ നമ്മൾ ടോപ്പ് എത്തി കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്ത് പോകുന്നത്. 4:30 സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഒരു 5:15 പെട്ടിമുടി അല്ലേടാ അത്? നമ്മൾ ടോപ്പിലേക്ക് പോകുമ്പോൾ പെട്ടിമുടി നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ആ കാണുന്നതാണ്. ഈ കാണുന്ന പെട്ടിമുടിയുടെ പിന്നിൽ കാണുന്ന മലയുടെ പിന്നിൽ കാണുന്ന വെള്ളം കിടക്കുന്നതാണ് ഇടുക്കി ഡാം. നേരെ നോക്കൂ, അതാണ് ഇടുക്കി ഡാം. ഈ താഴെ വാലിയിൽ കാണുന്നതാണ് കല്ലാർകുട്ടി ഡാം. മേഘം പോലെ മലയുടെ പിന്നിൽ കാണുന്ന 46 കിലോമീറ്റർ അകലെ ഇരിക്കുന്ന ഇടുക്കി ഡാമാണത്. ഇതാണ് കല്ലാർകുട്ടി ഡാം. താഴ്വാരത്ത് നോക്കൂ, ചെങ്കുളം ഡാം നിങ്ങൾക്ക് കാണിച്ചു തന്നാ ബുദ്ധിമുട്ടാ. ഈ ഒരു ടവർ ഇരിക്കുന്നുണ്ടോ കാട്ടില്? അതിന്റെ മുകളിലൊരു വെളുത്ത കെട്ടറോ, അതിന്റെ നേരെ മുകളിലൊരു വിജനമായ പ്രദേശം വെള്ളം കിടക്കുന്നുണ്ടോ? അതാണ് ചെങ്കുളം ഡാം, മൂന്നാറിനടുത്തുള്ള. ആ കാണുന്നതാണ് ഹയസ്റ്റ് പീക്ക് ഇൻ സദേൺ വെസ്റ്റേൺ ഘട്ട്, ആനമുടി. ഈ കാണുന്നതാണ് ചിത്തിരപുരം. മൂന്നാർ തേയില തുടങ്ങുന്ന ചിത്തിരപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. ആ കാണുന്ന തേയിലയാണ്. ഈ കാണുന്ന മൂന്നാറിലിരിക്കുന്ന ഫോഗ് റിസോർട്ട്, അങ്ങനെയുള്ള റിസോർട്ടുകളൊക്കെയാണ്. ഈ കാണുന്നതെല്ലാം ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ ആണ്. ഈ കാണുന്നതെല്ലാം ട്രൈബൽസ് ആണ് ഈ താമസിക്കുന്നതെല്ലാം. നമുക്ക് 100% ഇന്നത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 65% വ്യൂവേ ഉള്ളൂ. ഇവിടുന്ന് 18 മടക്ക് മല കാണേണ്ടതാണ്. 100% വെതർ ക്ലിയർ ആണെങ്കിൽ കൊച്ചി എയർപോർട്ടിന്റെ റൺവേ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ അങ്ങ് ദൂരെയായിട്ട് യൂക്കാലി മരത്തിന്റെ മുകളിൽ കൂടെ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു. കാരണം ആ മേഘത്തിന്റെ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അടിപൊളി സൺസെറ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങേണ്ട. സൺസെറ്റ് കുറച്ച് ക്ലൗഡി ആയിരുന്നു, അതുകൊണ്ട് അത്ര ഒരു ഭയങ്കര സെറ്റപ്പ് ആയില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു സൺസെറ്റ് കിട്ടി. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങണം, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയറും ഡിന്നറും എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ടെൻറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചയൊക്കെയായിട്ട് വീണ്ടും കാണാം. ബൈ.